അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വളരെ എക്സൈറ്റഡ് ആണ്. കാര്യം നമ്മളിന്ന് സാധാരണ ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ട് നമ്മളിന്ന് ഷിപ്പിൽ പോയിട്ട് കടലിൽ പോയിട്ടാണ് ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഷിപ്പ് കടലിൽ കിടക്കുകയാണ്, അതിലേക്ക് ബോട്ടിൽ വേണം പോകാൻ. അപ്പോൾ നമ്മൾ പോകാൻ പോണ ബോട്ടാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നല്ല മനോഹരമായ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ ഈ കിടക്കുന്ന 4 ബോട്ടുകളിൽ ഏറ്റവും അറ്റത്തുള്ള ഏറ്റവും ചെറിയ ബോട്ടിലാണ് നമുക്ക് നമ്മുടെ ഷിപ്പിലേക്ക് പോകാനുള്ളത്. അപ്പോൾ ആ ബോട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ വന്നിട്ട് ഈ 2 ബോട്ടിലൂടെ കയറി മറിച്ച് കടന്ന് അപ്പുറം പോയിട്ട് വേണം ആ ചെറിയ ബോട്ടിലേക്ക് നമുക്ക് കയറാൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ ബോട്ടുകളിലൂടെ കയറി അപ്പുറത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ 2 ബോട്ട് ചാടിക്കടന്നിട്ട് വേണം നമ്മൾ അപ്പുറത്തേക്ക് പോകാൻ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ബോട്ടിൽ കയറി സംഭവം നമ്മൾ ഷിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് DCയുടെ ഒരു ഷിപ്പിലേക്കാണ്. DCA എന്ന് പറഞ്ഞാൽ ഡ്രെഡ്ജിങ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു വെസലാണ്. അതായത് നമ്മുടെ കപ്പൽച്ചാലി ഡ്രെഡ്ജ് ചെയ്യാൻ വേണ്ടിയുള്ള ഷിപ്പാണ്. നമ്മുടെ കൊച്ചിയിലേക്ക് ഒരുപാട് കപ്പലുകൾ കൊച്ചിയിലേക്ക് വരുന്നുണ്ട്. അതായത് ഒരുപാട് ഓയിൽ ടാങ്കറുകൾ, അതുപോലെ പാസഞ്ചർ വെസലുകൾ, ക്രൂയിസുകൾ, അതുപോലെ കണ്ടെയ്നർ വെസലുകൾ, അങ്ങനെ പല ഷിപ്പുകൾ നമ്മുടെ കപ്പൽച്ചാലിലേക്ക് വരുന്നുണ്ട്. കടലിൽ നിന്ന് അഴിമുഖത്തിലൂടെ പുഴയിലേക്ക് വരുമ്പോൾ ഇതിന് പ്രോപ്പറായിട്ടൊരു കപ്പൽച്ചാലുണ്ട്. അതിൽ കൂടി വേണം നമ്മൾ ഷിപ്പ് ഇതിലേക്ക് എത്താൻ. അപ്പോൾ ഈ കപ്പൽച്ചാലിൽ നമ്മൾ ഒഴുക്കുള്ള വെള്ളമായതുകൊണ്ട് മണ്ണും ചെളിയൊക്കെ അടിഞ്ഞ് ഈ കപ്പൽച്ചാലിൻ്റെ ഡെപ്ത് കുറയും. അത്ര ആഴം വേണമെന്നുണ്ട്, അല്ലെങ്കിൽ കപ്പലിൻ്റെ അടി തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫുൾ ടൈം നമ്മളിങ്ങനെ ഡ്രെഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. ഈ കപ്പലിൽ ചല്ലടിയുന്ന ചെളികളും മണ്ണും എല്ലാം ഡ്രെഡ്ജ് ചെയ്ത് കടലിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അതാണ് നമ്മുടെ ഡ്രെഡ്ജിങ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ DCA വെസലിൻ്റെ പർപ്പസ്. കൊച്ചിൻ ബോട്ടാണ് ഇത്രയും ഷിപ്പുകൾ എടുത്തിട്ട് ഈ ഡ്രെഡ്ജിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഷിപ്പിലേക്കാണ് പോകാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി കപ്പലിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ബോട്ട് വന്ന വഴി പുറകിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ മറൈൻ ഡ്രൈവ് കാണാം, അതുപോലെ അവിടുത്തെ മഴവിൽ പാലം കാണാം. അങ്ങനത്തെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. അതുപോലെ ബോട്ടിൻ്റെ ഹൈറ്റ് വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് ആ വെള്ളമൊക്കെ പതഞ്ഞു പോകുന്നതൊക്കെ നല്ല അടുത്തായിട്ട് ഇരുന്ന് കാണാൻ സാധിക്കും, നല്ല മനോഹരമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ബോട്ടിൽ അങ്ങനെ എല്ലാവർക്കും കയറി ഷിപ്പിലേക്കൊന്നും പോകാനുള്ള പെർമിഷൻ നമുക്ക് കിട്ടത്തില്ല. കാരണം ഇതൊരു പാസഞ്ചർ ഷിപ്പൊന്നും അല്ലല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റേതായ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് ഇതിൽ കയറാനുള്ള പെർമിഷനൊക്കെ കിട്ടാൻ. അങ്ങനെ കുറേ നാളത്തെ അധ്വാനത്തിന് ശേഷമാണ് നമുക്ക് അങ്ങനത്തെ പെർമിഷൻ കിട്ടിയത്. ഈ കാണുന്ന ഷിപ്പ് എന്ന് പറഞ്ഞാൽ DCയുടെ ഷിപ്പ് തന്നെയാണ്. അതായത് ഡ്രെഡ്ജിങ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ഷിപ്പ് തന്നെയാണ്. പക്ഷേ നമുക്ക് പോകാനുള്ള ഷിപ്പ് ഇതല്ല കേട്ടോ. ഇത് DCയുടെ ഡ്രെഡ്ജ് 11 ആണ്. നമുക്ക് പോകാനുള്ളത് ഡ്രെഡ്ജ് 8ലേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ സഞ്ചരിക്കുന്ന ബോട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും റൊട്ടീൻ ബോട്ട് എന്നാണ് പറയുക. അതായത് ഇത്തരം 2-3 ഷിപ്പുകൾ ഇവിടെ ഡ്രെഡ്ജിങ് നടത്തുന്നുണ്ട്. ആ ഷിപ്പുകളിലേക്ക് വേണ്ട സാധനങ്ങൾ എത്തിക്കുക. അതായത് ചിലപ്പോൾ ഫുഡ് ഐറ്റംസ് ആയിരിക്കാം, ചിലപ്പോൾ ആ ഷിപ്പിലേക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന ആളുകളെ അങ്ങോട്ട് എത്തിക്കാൻ, അല്ലെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നവരെ തിരിച്ചു കൊണ്ടുവരാനൊക്കെ ആയിട്ടാണ് റൊട്ടീൻ ബോട്ടാണിത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡ്രെഡ്ജ് 11ലേക്ക് സാധനങ്ങൾ ആ ഷിപ്പിൽ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഷിപ്പിനോട് യാത്ര പറഞ്ഞ് നമുക്ക് കയറാനുള്ള ഡ്രെഡ്ജ് 8ൻ്റെ അടുത്തേക്ക് നമ്മുടെ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് കയറാനുള്ള ഡ്രെഡ്ജ് 8 DCയുടെ ഡ്രെഡ്ജ് 8 ഷിപ്പ് നമുക്കിവിടെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ DCയുടെ ഡ്രെഡ്ജ് 11 അപേക്ഷിച്ച് ഡ്രെഡ്ജ് 8ന് കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട്. അത് നിങ്ങൾക്ക് ഷിപ്പിൻ്റെ അടുത്തേക്ക് നമ്മുടെ ബോട്ട് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഹൈറ്റ് മനസ്സിലാവും. ഡ്രെഡ്ജ് 11 ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, വലിയ വെള്ളത്തിൽ നിന്ന് വലിയ ഹൈറ്റൊന്നുമില്ല, ചെറുതായിട്ട് 2 സ്റ്റെപ്പ് വെച്ചാൽ കയറാവുന്നേ ഉള്ളൂ. പക്ഷേ DCA ഡ്രെഡ്ജ് 8ൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സെറ്റപ്പ് തന്നെയാണ്, കണ്ട് തന്നെ മനസ്സിലായിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ഷിപ്പിലെ ആളുകൾ നമ്മുടെ ബോട്ട് വരുന്നതും കാത്തു നിൽക്കുകയാണ്. നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടോ. അപ്പോൾ മുകളിൽ നിന്ന് നമുക്ക് ലാഡർ ഇറക്കി തന്നെയാണ്. അപ്പോൾ ഈ ലാഡറിൽ കൂടി വേണം നമ്മൾ മുകളിലേക്ക് എത്താൻ. അപ്പോൾ ഈ ലാഡറിൻ്റെ അറ്റത്ത് കൊണ്ട് ഒരു വെയിറ്റ് കിട്ടിയിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് സിമ്പിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ലാഡർ ഭയങ്കര ബലം കൊടുത്തൊന്നും വലിച്ച് കയറ്റേണ്ട ആവശ്യമില്ല. ആ വെയിറ്റും കൂടി ഉള്ളതുകൊണ്ട് അങ്ങനെ സിമ്പിളായിട്ട് കയറ്റാൻ പറ്റും. നോക്കി ഒരു കാല് പൊക്കത്ത്, ഒരു കാല് കൈവിടരുതട്ടാ. അപ്പോൾ ഈ ലാഡറിൻ്റെ സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ചില സ്റ്റെപ്പ് നീട്ടം കൂട്ടി കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ലാഡർ ചിലപ്പോൾ നമ്മൾ കയറുമ്പോൾ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ തിരിഞ്ഞു പോകുന്നത് ഒഴിവാകാൻ വേണ്ടി ഇത് ഷിപ്പിൻ്റെ ബോഡിയിൽ തട്ടി നിന്നോളും. അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പാട് സഹിച്ച് തന്നെയാണ് ലാഡർ കയറിയത്. ഷിപ്പിൻ്റെ സ്റ്റാഫുകളൊക്കെ ആണെങ്കിൽ ഓടിച്ചാടി കയറിക്കോളും, കാര്യം അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ടാണ് നമ്മൾ മുകളിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ അളിയനുണ്ട്, ജെബി ഉണ്ട്. അപ്പോൾ ജെബി അളിയനും കുറച്ച് കഷ്ടപ്പെട്ട് നമ്മൾ കയറി കയറിക്കൊണ്ടിരിക്കുകയാണ്. അടിയിൽ നമ്മുടെ ബോട്ടുണ്ട്, വിശാലമായ പുഴയുണ്ട്. അപ്പോൾ കൈ എങ്ങാനും വിട്ട് കഴിഞ്ഞാൽ ബോട്ടിൽ നടുപിടിച്ച് വീണ് വെള്ളത്തിൽ പോയിക്കോളും. പിന്നെ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, സ്രാവ് കൊണ്ടുപോയിക്കോളും. അതോർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല.
ഞാൻ ചുമ്മാ പറഞ്ഞാൽ കേട്ടോ, നമ്മളെ എന്ത് പറ്റിയാലും സേവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഷിപ്പിലെ സ്റ്റാഫുകൾ അവിടെ നിൽക്കുന്നുണ്ട്. അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ കുറച്ച് റിസ്കി പരിപാടിയായിരുന്നു, എന്നാലും നമ്മൾ സിമ്പിളായിട്ട് മുകളിലെത്തി എന്ന് വേണം പറയാൻ. ഇനി നമ്മൾ അക്കോമഡേഷൻ സ്പേസിലായിട്ട് കയറാം കേട്ടോ. അവിടെ നിന്ന് നോക്കുമ്പോൾ ഷിപ്പിൻ്റെ മുമ്പിലേക്കുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ നടുക്കൂടി വെള്ളം വരുന്നുണ്ട് ഷിപ്പിനകത്തേക്ക്. അതുപോലെ സൈഡിൽ ഒരു പൈപ്പ് ഇറക്കുന്നുണ്ട് ക്രെയിനിലൂടെ. അപ്പോൾ അതൊക്കെ എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ എന്താണെന്ന് നമുക്ക് ഷിപ്പിലെ സ്റ്റാഫുകളും ക്യാപ്റ്റനോടൊക്കെ തന്നെ ഡിസ്കസ് ചെയ്തിട്ട് അതൊക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു ഡ്രഡ്ജിങ് ഷിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മൾ ഷിപ്പിൻ്റെ ബ്രിഡ്ജിലേക്ക്, അതായത് വീൽ ഹൗസ് എന്നൊക്കെ പറയും, അങ്ങോട്ട് ചെല്ലുകയാണ് അവിടുത്തെ ആളുകളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി. ക്യാപ്റ്റൻ സാറിൻ്റെ അനൗൺസ്മെൻറ്റാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ ഷിപ്പ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബ്രിഡ്ജ് ഹൗസിലെത്തി. അപ്പോൾ ഓടിക്കുന്നതിൻ്റെ സംഭവങ്ങളൊക്കെയാണ് കാണുന്നത്. ക്യാപ്റ്റൻ ടി.എൻ. പാണ്ഡെ സാറ് നമ്മുടെ കൂടെ ഉണ്ട്. സാർ തന്നെ ഷിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ സാർ തന്നെ പറഞ്ഞുതരും. ഗുഡ് മോർണിംഗ് സാർ. Good morning. സാർ, All right. Before we start anything, I'll explain you what exactly dredging is. Dredging is basically removal of obstructions, right? If you have a channel, if you have a port, and we want to get a ship, so the ship must have sufficient depth of water, right? Only then it can come inside. So what happens, there are certain places which are natural harbors, like Kochi is natural harbor, Bombay is a natural harbor, where already channel exists. Now the channel has got different depths, right, which is not suitable for ships with a deeper draft. Now what happens here, say you have a natural depth of about 12 meters. Now you want to get a ship which is 14 meters. What you have to do is you have to dig out another 2 meters, right, for the safe passage of the ship. So that is what one part of the dredging is. This, and what we are trying to do is remove that extra material that keeps coming inside and make the channel and port safe for the ships coming here. This is what the things are we doing. So now here what we are doing is, basic concept is that there are 2 pipes, right, which are lowered onto the bottom of the sea, and the material along with the water is sucked inside with the help of pumps. We run the pumps, lower the tubes, and whatever is the material that is coming in is, you can see here there is a tank. Okay. Now this tank is called hopper tank. The material is collected here. After it gets full of the material, then what happens, we take it and discharge it to a place where it's already designated. That designated place means there are very less likelihood of that material coming back into the harbor. So this is what absolute basic, this is what we are doing. Rest everything is technical, which you need not go into the thing. Basic concept is only this, that we are making the port safe for the ships by clearing the material. That is what. एक दिन में कितने बार चलता होगा? See, एक दिन में आपको डिपेंड करता है. It takes about 30-35 minutes to fill up. Fill up हो गया, you go out. Now यहाँ से the place where you go out is about 12 miles. So depending upon the ship speed, right? If you got, if you are doing 12 knots, you will reach there in 1 hour. If you are doing 6 knots, you will be there in 2 hours. So depending upon that, right, you will reach that dumping site. The site where you discharge the material is called dumping ground. Discharge the material, right, and come back again. If you are coming back here again, say in our case the speed is about 8 knots. So we take about 1.5 hours to go, 15-20 minutes to dump, another 1.5 hours to come back, and about half an hour for dredging. So roughly it will turn out to be 3.5 hours to 4 hours if you are dredging this particular area. So now if you are coming again and again to this place, it's about 6 times a day for our speed. There are certain ships which are even higher speed. The newer ships take lesser time to dredge, lesser time to dump, have faster speed, so they can do more number of trips, maybe 9, maybe 8. Alright, so this is what. और शिप में कितना क्रू मेंबर्स है? So crew है, as of now we have 35. The departments you must be aware. One is deck department, another engineering department, but the most important people for the dredging are the pipe operators, right? No matter how good the master is, no matter how good the chief engineer is there, but the people who actually do the actual work are the pipe operators.
So it is their skill, their training, their experience which actually counts for the dredging. आपने ड्रेजिंग के समय कोई क्रिटिकल सिचुएशन फेस किया होगा? See, the dredging के time a critical situation we can face in the form of certain emergencies coming. Okay, emergency मतलब any breakdown. Breakdown is a major emergency, so that kind of thing can happen. ठीक है, other emergencies like fire, flooding and things like that keep happening, but okay, they are very 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 comparatively they are rare. So most of the emergency that we face is in the form of machinery breakdown. You are here for at least another 3 hours, roughly 3 hours, so you will be able to see the entire operation. So right? Thank you sir for your kind words, for giving permission to take this video. Right, welcome. You're welcome. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞ പോലെ തന്നെ ഈ ഷിപ്പിൻ്റെ എല്ലാ മേഖലയിലും വർക്ക് ചെയ്യുന്ന ഒരു നല്ല കഴിവുള്ളവരാണ്. അതുപോലെ തന്നെ ഇതൊരു ഡ്രഡ്ജിങ് ഷിപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും മെയിൻ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ പൈപ്പ് ഓപ്പറേറ്റർമാരാണ്. അപ്പോൾ അവരെ നമ്മൾ വീൽ ഹൗസിൻ്റെ 2 സൈഡിലുമാണ് ഇരുത്തിയിരിക്കുന്നത്. അതായത് ഷിപ്പിൻ്റെ 2 സൈഡിലും 2 പൈപ്പുകളുണ്ട്. അത് താഴത്തേക്ക് ഇട്ട് കടലിൻ്റെ അടിത്തട്ട് വരെ പോയിട്ട് അവിടെയുള്ള ചെളിയും മണ്ണും എല്ലാം വെള്ളത്തോടൊപ്പം തന്നെ പമ്പ് ചെയ്ത് ഷിപ്പിൻ്റെ അകത്തേക്ക്, ഷിപ്പിൻ്റെ നടുക്കൂടിയുള്ള ഈ ട്യൂബിലൂടെ വന്ന് ഷിപ്പിൻ്റെ അകത്തൊരു ഹോപ്പർ ടാങ്ക് ഉണ്ട്, അതിൽ വന്ന് ഡെപ്പോസിറ്റ് ആവും. അതിനുശേഷം ഉൾക്കടലിൽ നിശ്ചിത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഷിപ്പിൻ്റെ അടിയിലുള്ള ഹോപ്പർ ഡോർ തുറന്നിട്ട് ഈ ചെളിയും മണ്ണും ഒക്കെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അതാണ് ഈ ഷിപ്പിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഷിപ്പ് കടലിലേക്ക് പോകുന്ന ഡയറക്ഷനിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് തിരിക്കുന്നതിനായിട്ട് ഈ ഷിപ്പിനൊരു ബോ പ്രൊപ്പലർ കൊടുത്തിട്ടുണ്ട്. അതായത് സാധാരണ ഈ ഷിപ്പിൻ്റെ പുറകിൽ 2 പ്രൊപ്പലർ ഉണ്ട്. അത് കൂടാതെ മുമ്പിൽ ഫ്രണ്ടിലായിട്ടൊരു പ്രൊപ്പലർ കൊടുത്തിട്ടുണ്ട്. അതിനെ ബോവിലാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ബോ പ്രൊപ്പലർ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും പെട്ടെന്ന് തിരിക്കാൻ സാധിക്കും. കൂടാതെ നമ്മൾ ടൈം ലാപ്സിട്ടാണ് അത് കാണിച്ചത്. അപ്പോൾ നമ്മുടെ ഡ്രഡ്ജിങ് കഴിഞ്ഞു, പമ്പിങ് ഒക്കെ നിർത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഷിപ്പ് തിരിച്ച് കടലിൻ്റെ ഡയറക്ഷനിലാക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഓടിക്കുന്നതിന് മുൻപായിട്ട് ഈ പൈപ്പ്, അതായത് ഡ്രഡ്ജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ പൈപ്പ് പൊക്കി ഷിപ്പിൽ റെസ്റ്റ് ചെയ്യണം. അങ്ങനെ താത്തി വെച്ചുകൊണ്ട് ഓടിക്കാൻ പറ്റില്ല. കാര്യം എവിടെയും തട്ടയാൻ മുട്ടിയോ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മൗത്ത് കണ്ടോ, ഇതാണ് ആ പൈപ്പിൻ്റെ മൗത്ത് എന്ന് പറഞ്ഞത്. അവിടെ ടീത്തൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ ചെളി മണ്ണൊക്കെ കോരി എടുക്കാനായിട്ട് ടീത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെളി ഉണ്ടാവും. അപ്പോൾ നമ്മളിത് ചെറുതായിട്ട് ഷിപ്പ് ഓടിച്ചുകൊണ്ട് ഇത് പൊക്കുകയും താത്തുകയും ചെയ്യുമ്പോൾ ആ ചെളി അങ്ങോട്ട് കഴുകിപ്പോവും. അതിനുശേഷം ഹോയിസ്റ്റിൽ ഇത് പൊക്കി എടുത്തിട്ട് ഷിപ്പിൽ റെസ്റ്റ് ചെയ്യണ പ്ലേസ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് എന്നിട്ടാണ് ഷിപ്പ് ഓടിച്ച് കടലിലേക്ക് നല്ല സ്പീഡിൽ പോകുള്ളൂ. അപ്പോൾ അത് ഞാൻ ടൈം ലാപ്സ് ഇട്ട് കാണിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഷിപ്പ് കടലിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സൈഡിൽ ആസ്പിൻ വാളിൻ്റെ ബിൽഡിങ്ങുകളും ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ കാണാം കേട്ടോ. അത് ഫോർട്ട് കൊച്ചി സൈഡാണ്, ഷിപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫോർട്ട് കൊച്ചി സൈഡാണ്. ഇത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്ക് പോകാനുള്ള ജങ്കാർ സർവീസാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് കാറുകളും വാഹനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ ഇപ്പോൾ ഈ കാണുന്നത് ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ സൈഡിൽ കൂടി പോകുന്നതാണ്. ടൈം ലാപ്സ് എടുത്തിരിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതിപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഞായറാഴ്ച രാവിലെ ഒരു 10 മണി 11 മണി സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിലും ഉണ്ട്. അതുകൊണ്ട് ടൂറിസ്റ്റുകളൊന്നും അധികം തിരക്കൊന്നും കാണാനില്ല. മീൻ പിടിക്കാവുന്ന കുറച്ച് ആൾക്കാരെ മാത്രമേ അവിടെ കാണുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ കടലിലേക്ക് നേരെ പോവാണ്. ലെഫ്റ്റ് സൈഡിൽ ഫോർട്ട് കൊച്ചിയും റൈറ്റ് സൈഡിൽ വൈപ്പിൻകരയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ കടലിലേക്ക്, അഴിമുഖമാണ് ഇത്, കടലിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നല്ല ഒരു കാറ്റ് വരും. അത് നമുക്ക് ഷിപ്പിൻ്റെ പുറത്ത് നിന്ന് ഇതുപോലെ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഭയങ്കര കാറ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് ഷിപ്പിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. സെക്കൻഡ് ഓഫീസർ സായിറാം സാർ നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹം ഷിപ്പിനെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നതാണ്. We have 2 radars, one on each side. These radars are basically for finding out the objects on the water. Okay. Metal objects are easily detected by it. Wooden objects, some slightly it will be detected. Here, dredging lights and navigation lights controls on this desk, and then we have here bow thruster control. That is for bow propeller. Actually we have the propellers on the aft side for all the ships. Okay. For dredges we have one more on the bow side for maneuvering the bow. Okay. These are the bow controls, and this is the steering control for main propulsion, which is at aft. Okay. We have autopilot system. It can be done automatically. The steering will be done in automatic mode. Okay. And these are engine controls, engine and propulsion controls. Total we have 4 engines for 2 propellers. Okay. Okay. And these are for engines. And then emergency telephone and normal telephone. This one is sound power telephone. Okay. And that is electric one. And these are valve controls and bottom door controls. Total we have 14 and 14, 28 bottom doors for dumping the load. Whatever we are taking into the hopper,
will be dumping in just 10 minutes by the bottom doors. Okay, 28 numbers. 28 numbers doors will be operated in the dumping ground for dumping the load. And this is another radar. And this is DGPS system for accurate position. For accurate position for dredging purpose, this will be very useful. അപ്പോൾ നമ്മൾ ഷിപ്പിൻ്റെ വീൽ ഹൗസിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വീൽ ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ ഷിപ്പിൻ്റെ അക്കോമഡേഷൻ ഏരിയ കാണാനുണ്ട്, അതുപോലെ തന്നെ ഫുഡിങ് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലം, ഭക്ഷണം കഴിക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ എഞ്ചിൻ റൂമൊക്കെ കാണാനുണ്ട്, ഷിപ്പിൻ്റെ മുൻപിലുള്ള കാഴ്ചകൾ കാണാനുണ്ട്. അങ്ങനെ പല പല കാഴ്ചകൾ ഷിപ്പിൽ കാണാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് ഈ വീഡിയോയിൽ കൊള്ളിക്കാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ അടുത്തൊരു പാർട്ടായിട്ട് ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടവർ തീർച്ചയായും ആ വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടത്തിനുള്ള ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകളുടെ ലിങ്കുകൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഉടനെ തന്നെ ഷിപ്പിൻ്റെ ബാക്കി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.